ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് എവരി വൺ. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ലൈവ് വന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അത് ലൈവിൽ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അറിയാമല്ലോ. അപ്പോൾ ആർക്കൊന്നും ഒരു ദോഷം വന്നിട്ടില്ല, പൊസിഷൻസ് ഒന്നും എടുക്കേണ്ട കാര്യം വന്നിരുന്നില്ല. കറക്റ്റ് നമ്മൾക്ക് വിചാരിച്ചെടുത്ത് ഷോർട്ട് ചെയ്യാനാണ് വന്നത്. 14,114 അങ്ങ് ഹൈ എടുത്തു. എന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ ഒരു ബിഗ് കറക്ഷൻ തന്നു. ആ കറക്ഷൻ ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിരുന്നു ഉണ്ടാവും. കറക്റ്റ് 114 നിന്ന് ഇനി ഇവിടുന്ന് ഷോർട്ട് അടിച്ച് ഒരുക്കും. ഞാൻ പറഞ്ഞിരുന്നു 100 മേലെ പോയി കഴിഞ്ഞാൽ 1490 നിന്നാണ് ശരിക്കും ഫോളോ ഉണ്ടായത്. 1490 നിന്ന് നേരെ 13,956 100-150 പോയിൻ്റ് നമുക്ക് ഇന്ന് വെറുതെ കാലത്ത് ഷോർട്ട് അടിച്ചെങ്കിൽ കിട്ടിയേനെ. അത് കഴിഞ്ഞിട്ടോ മാർക്കറ്റ് ഒന്നും അറിയാത്തവണ്ണം വളരെ കൂളായിട്ട് മേലോട്ട് കയറി. ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ്, എന്താ പറയുക, റീകൂപ്പിംഗ് ദ സെയിം, അതായത് പഴയ എവിടെയായിരുന്നോ ഇന്നത്തെ ഹൈ ഉണ്ടാക്കി അവിടേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഇതൊരു ബിഗ് കറക്ഷനാണോ, കറക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് 1 മണി കഴിയണം, 2 മണി കഴിയണം. 2 മണി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് വീക്ക്നെസ് ആണ് കാണിക്കണേ, ഇനി ബിഗ് ഫോൾസിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുന്ന ഒരു ബെയറിഷ് സൈൻ ആയിരിക്കും. എന്നുവെച്ചാൽ മാർക്കറ്റ് 14,000 കടന്ന് മാക്സിമത്തിലാണ് നിൽക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവെയിൽ ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് അടിയിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്നുവെച്ചപ്പോൾ ഞാനിന്ന് വരച്ചപ്പോൾ തന്നെ പിവോട്ട് കണ്ടോ, ഇത് ഈ ലൈൻ പിവോട്ടാണ്. 13,948 അല്ലെങ്കിൽ 50 എന്ന് പറയുന്നത് പിവോട്ട് ലൈനാണ്. പിവോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് പിവോട്ട് ഓൺ ചെയ്താൽ തന്നെ കാണാം 0 അപ്പോൾ നമുക്ക് ഈ പിവോട്ട് ലൈൻ വരെയാണ് ഞാൻ ഫിബോ വരച്ചത്. അതിന് താഴെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കറക്റ്റ് അതിൻ്റെ മേലെ വരെ വന്നു, കണ്ടോ, അത് തൊട്ടില്ല. 14,956 വരെ വന്നു. അത് കഴിഞ്ഞ് റീകൂപ്പിഡായി. പക്ഷേ ഇപ്പോൾ കൺസോൾഡേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രൈഡേയിലെ ഹൈയിലാണ്, കണ്ടോ, അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഇനി കൺസോൾഡേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് എ ഡിസിഷൻ. ഇനി മേലോട്ട് പോകണോ, അപ്പോൾ പുതിയ ഹൈസ് ഉണ്ടാക്കണോ, അതോ ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്ന് അറിയാം. ഇനി ഇതൊരു ഹൈ ആയി നിൽക്കുമോ കുറച്ച് ദിവസത്തിന് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം. സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇപ്പോൾ ചെയ്യാത്തവർക്ക്, അല്ലാത്തവർ എന്താ പറയുക, ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ചാൻസസ് ഇനിയും ചിലപ്പോൾ പൊട്ടിച്ച് 114 പൊട്ടിച്ച് മേലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇനി പ്രതീക്ഷിക്കാവുന്നത് 14,164, 14,150 പ്രതീക്ഷിച്ചാൽ മതി. അവിടെയൊക്കെ എഗെയിൻ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 100 പോയിൻ്റെങ്കിലും അടിയിലേക്ക് നമുക്ക് കിട്ടും. അതുപോലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു, ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്, ഇനി മേലോട്ട് കയറാനുള്ള ഒരു ഇതാണ് 2 മണി കഴിഞ്ഞ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുകയാണ് 1 മണി വരെ എന്നൊക്കെ വെച്ചാൽ പിന്നെ അതൊരു ബൈയിങ് ചാൻസ് ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബൈയിങ് തന്നെയാണ് ട്രെൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ, മേലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ 14 നമ്മൾ പറഞ്ഞു 250 പെട്ടെന്ന് കാണാം. സോ ട്രേഡ് കെയർഫുള്ളി, സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിക്കുക. പിന്നെ ഗുഡ് വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു.